വാർത്തയിലേക്ക് വിശദമായി. വിവാദങ്ങളെ തുടർന്ന് LDF വിട്ട PV അൻവർ DMK മുന്നണിയിലേക്കെന്ന് സൂചന. ചെന്നൈയിൽ DMK നേതാക്കളുമായി അൻവർ കൂടിക്കാഴ്ച നടത്തി. DMKയിലൂടെ ഇന്ത്യ മുന്നണിയാണ് അൻവർ ലക്ഷ്യമിടുന്നതെന്നാണ് സൂചന. വിവരങ്ങളുമായി CV അനുമോദ് ചേരുകയാണ്. അനുമോദ്, നിർണായക കൂടിക്കാഴ്ചകൾ ചെന്നൈയിൽ തുടരുന്നു എന്ന വിവരമാണ് വരുന്നത്. സ്റ്റാലിനെയും PV അൻവർ കാണും എന്ന സൂചനകൾ കൂടിയുണ്ട്. നാളെ രാഷ്ട്രീയ പാർട്ടി പ്രഖ്യാപനം നടക്കുന്നതിന് തൊട്ടു മുന്നോടിയാണ് ഇന്നത്തെ ചെന്നൈ യാത്രയും നിർണായകമായ കൂടിക്കാഴ്ചകളും. എന്താണ് ഇതിലൂടെ അൻവർ ഉദ്ദേശിക്കുന്നത്? DMK ഘടകകക്ഷിയാകാനുള്ള നീക്കങ്ങളിലാണോ അൻവർ? രേണുക, PV അൻവർ ചെന്നൈയിൽ തുടരുകയാണ്. അദ്ദേഹം MK സ്റ്റാലിനുമായി കൂടിക്കാഴ്ചയ്ക്ക് ശ്രമം നടത്തുന്നുണ്ട്. സെന്തിൽ ബാലാജിയുമായി ആണ് അദ്ദേഹത്തിന് ആശയവിനിമയം. അദ്ദേഹം DMK നേതാക്കളെ കണ്ടു, സഖ്യ സാധ്യതകൾ ചർച്ച ചെയ്തു. നാളെയാണ് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ പാർട്ടി പ്രഖ്യാപനം നടക്കാനിരിക്കുന്നത്. ഒരുപക്ഷെ നാളെ DMK നേതാക്കളെ ആരെയെങ്കിലും ഈ വേദിയിലേക്ക് കൊണ്ടുവരാനുള്ള സാധ്യത തള്ളിക്കളയാനാകില്ല. തന്റെ പാർട്ടി സ്വതന്ത്ര നിലപാടെടുത്ത് എന്നാൽ DMKയുടെ ഭാഗമായി DMKയുടെ നയങ്ങൾ കൂടി ഭാഗമായിട്ട് മുന്നോട്ട് പോവുക എന്നൊരു നീക്കമാണ് അൻവർ ഇപ്പോൾ നടത്തുന്നത്. അതിന് രണ്ട് ഉദ്ദേശങ്ങളുണ്ട്. ഒന്ന്, അദ്ദേഹത്തിന്റെ നാളത്തെ രാഷ്ട്രീയ പാർട്ടി പ്രഖ്യാപനത്തിന് കൂടുതൽ ദേശീയ പ്രാധാന്യം ലഭിക്കാനുള്ള ഒരു സാധ്യത, അതിലേക്ക് കൂടുതൽ അണികളെ കൊണ്ടുവരിക, ഒരു മഹാസമ്മേളനമായിട്ട് തന്റെ പ്രഖ്യാപനം നടത്തുക എന്നതാണ് ആദ്യത്തെ അൻവറിന്റെ ലക്ഷ്യം. രണ്ടാമതായിട്ട് അദ്ദേഹം പിന്തുടരുന്ന സംഘപരിവാർ വിരുദ്ധ നയം, അതിനോട് ചേർന്ന് പോകാൻ കഴിയുന്ന സ്വീകാര്യത ഉള്ള നയമാണ് DMKയുടേതും. ഇടതുപക്ഷത്തിനും അതുപോലെ തന്നെ വലതുപക്ഷത്തിനും കേരളത്തിന് പുറത്ത് ഇന്ത്യ സഖ്യത്തിന്റെ ഭാഗമായി എല്ലാവരും ഒന്നിച്ചു നിൽക്കുന്ന സഖ്യത്തിനെ നയിക്കുന്നത് DMKയാണ് തമിഴ്നാട്ടിൽ. സ്വാഭാവികമായിട്ടും അൻവറിന്റെ ഒപ്പം നിൽക്കുന്ന ഇപ്പോൾ ഇടതുപക്ഷത്തുള്ളവരും അതേപോലെ അൻവറിനെ പിന്തുണയ്ക്കുന്ന UDFന്റെ ഭാഗമായിട്ടുള്ളവർക്കൊക്കെ അൻവർ ഈ ഒരു വഴിയിലൂടെ നീങ്ങുമ്പോൾ അൻവറിനെ തള്ളിക്കളയുക അല്ലെങ്കിൽ സ്വീകരിക്കാതിരിക്കുക സാധ്യമാവുകയില്ല. മറിച്ച് അതിനൊപ്പം തന്നെ സംഘപരിവാർ വിരുദ്ധ സമീപനം അൻവർ തുടരുന്നു എന്നത് അൻവറിന്റെ അണികൾക്കും അൻവറിന്റെ വിശ്വാസ്യത വർദ്ധിപ്പിക്കാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. സ്വാഭാവികമായിട്ടും ഈ രണ്ട് നീക്കങ്ങൾ തന്നെയാണ്, ഈ രണ്ട് ഉദ്ദേശങ്ങൾ തന്നെയാണ് അൻവറിന്റെ ഇപ്പോഴത്തെ നീക്കങ്ങൾക്ക് ഇപ്പോൾ ഈ ഊർജ്ജം നൽകുന്നത്. നാളത്തെ സമ്മേളനം, അദ്ദേഹം ആ സമ്മേളനത്തിലാണ് രാഷ്ട്രീയ പാർട്ടിയുടെ പേരും നയങ്ങളും ഒക്കെ പ്രഖ്യാപിക്കാനിരിക്കുന്നത്. 50,000-ലധികം പേര് ഈ യോഗത്തിൽ, ഈ സമ്മേളനത്തിൽ പങ്കെടുക്കുമെന്നാണ് നമുക്കറിയാൻ കഴിയുന്നത്. അതിനുള്ള ഒരുക്കങ്ങളാണ് മഞ്ചേരിയിൽ പുരോഗമിക്കുന്നത്. അപ്പോൾ നാളെ അദ്ദേഹം എന്തെല്ലാം പറയും എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതോടൊപ്പം തന്നെ DMKയുടെ ഭാഗമായിട്ട് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ പാർട്ടി കേരളത്തിൽ മുന്നോട്ട് പോകുമ്പോൾ അതിന് നമുക്ക് കേരളത്തിന്റെ അതിർത്തി പങ്കിടുന്ന, നിലമ്പൂരിന് അതിർത്തി പങ്കിടുന്ന നീലഗിരിയുമായിട്ട് DMK ഏറ്റവും ശക്തമായി പ്രവർത്തിക്കുന്ന മേഖലയാണ് നീലഗിരി. അവിടെ സഹകരിച്ച് പ്രവർത്തിക്കാനുള്ള സാധ്യത കാണുന്നുണ്ട്. അൻവറിന് അങ്ങോട്ടും അതേപോലെ DMK പ്രവർത്തകർക്ക് നിലമ്പൂരിലേക്കും ഒരുപോലെ തന്നെ സഹകരണ സാധ്യത ഈ ഒരു സഖ്യത്തിലൂടെ ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ അൻവറിനെ സംബന്ധിച്ച് കേരള രാഷ്ട്രീയത്തിലും ദേശീയ രാഷ്ട്രീയത്തിലും ഒരു ചുവടുറപ്പിക്കുവാൻ ഈ ഒരു സഖ്യ സാധ്യതയിലൂടെ അൻവർ ലക്ഷ്യമിടുന്നുണ്ട് എന്നതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം. അതിനെല്ലാം ഉപരി നാളത്തെ സമ്മേളനത്തിൽ അദ്ദേഹം പറയാനിരിക്കുന്ന കാര്യങ്ങൾ, അതുപോലെ ഈ DMK സാധ്യതകളൊക്കെ വരുമ്പോൾ ഒരുപാട് പേർ ഈ അൻവറിനെ കാണുവാനും കേൾക്കുവാനും നാളെ എത്തിച്ചേരും. അങ്ങനെ സമ്മേളനം ഒരു വലിയ വിജയമാക്കുവാൻ ഇതിലൂടെ സാധിക്കുകയും ചെയ്യും. അതോടൊപ്പം തന്നെ രാഷ്ട്രീയമായിട്ട് ഒരു വലിയ ചുവടുവെപ്പ് മുന്നോട്ട് വയ്ക്കുവാൻ അൻവറിന് ഈ DMKയുടെ സഖ്യ സാധ്യതാ ചർച്ചകളിലൂടെ സാധിക്കുന്നുണ്ട് എന്നുള്ളതാണ് നിലവിലെ അവസ്ഥ. തീർച്ചയായും ചെറിയ ആഗ്രഹങ്ങളോ നീക്കങ്ങളോ അല്ല അൻവറിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത് എന്നത് ഓരോ ദിവസം കഴിയും തോറും വ്യക്തമായി വരികയാണ്. ഇവിടെ മറ്റ് രാഷ്ട്രീയ പാർട്ടികളുമായി ബന്ധപ്പെടുന്നില്ല എന്ന വാക്ക് പാലിച്ചുകൊണ്ട് തന്നെ തന്റെ രാഷ്ട്രീയ സാധ്യതകൾ PV അൻവർ തേടുന്നു. ഇവിടെ മറ്റ് രാഷ്ട്രീയ പാർട്ടികൾ തമ്മിൽ നെക്സസ് ആണ്, മറ്റെവിടെയും ഇല്ലാത്ത തരത്തിൽ എന്ന ആരോപണം PV അൻവർ ഉന്നയിച്ചതാണ്. അതുകൊണ്ട് തന്നെ പറഞ്ഞ വാക്കുകൾ പാലിച്ച് പുതിയ രാഷ്ട്രീയ സാധ്യതകൾ തേടാനും മുന്നോട്ട് പോകാനും കഴിയുന്നു എന്ന് സ്ഥാപിക്കുക കൂടി ആണോ അൻവറിന്റെ ഈ നീക്കത്തിലൂടെ ലക്ഷ്യമിടുന്നത്? മാത്രവുമല്ല, അനുമതി സൂചിപ്പിച്ചതുപോലെ തന്നെ ഇന്ത്യ മുന്നണിയിലെ ഒരു പ്രധാനപ്പെട്ട ഘടകകക്ഷിയുമായി ചേർന്ന് തന്റെ സാധ്യതകൾ വിപുലപ്പെടുത്തുക എന്നതുകൂടി അൻവർ ലക്ഷ്യമിടുന്നുണ്ടോ? തീർച്ചയായും അൻവറിനെ സംബന്ധിച്ച് കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടികളിൽ അൻവർ വിമർശിക്കാത്തവരായിട്ട് ആരുമില്ല. ഇപ്പോഴും അൻവർ അവരെ വിമർശിച്ചുകൊണ്ടിരിക്കുന്നത്
UDF-നെ സംബന്ധിച്ച് അൻവറിനോട് ഒരു സ്വീകാര്യത വന്നിട്ടുണ്ട് എന്നുള്ളത് ശരി തന്നെയാണ്. അൻവറിനെ തള്ളിക്കളയാനാകില്ല. അൻവർ ആദ്യം നയം പ്രഖ്യാപിക്കട്ടെ, അതിനുശേഷം നമുക്ക് പരിശോധിക്കാമെന്ന നിലപാടാണ് UDF സ്വീകരിക്കുന്നത്. അപ്പോൾ നിലവിൽ ഈ ഒരു തെരഞ്ഞെടുപ്പ് വരെയുള്ള, അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് വരെയുള്ള സമയം, അതിനു മുമ്പ് തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പ് വരെയുള്ള സമയം, ആ സമയത്തൊക്കെ അൻവറിന്റെ ഒരു രാഷ്ട്രീയ നീക്കങ്ങൾ പ്രധാനമാണ്. ഈ DMK-യുമായ സഖ്യത്തിന്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം കൂടി നമുക്ക് ഇവിടെ വിശകലനം ചെയ്യാൻ കഴിയുന്നത്, അൻവർ ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം മലയോര കർഷകരുടെ പ്രശ്നങ്ങളാണ്. അതായത് മലയോര മേഖലകളിൽ വന്യജീവി ശല്യം തുടങ്ങിയ വിഷയങ്ങൾ അൻവർ വലിയ തോതിൽ തന്നെ ഉന്നയിക്കാനിരിക്കുകയാണ്. ഈ കേരളവുമായിട്ട് തമിഴ്നാട് അതിർത്തി പങ്കിടുന്ന മേഖലകളിലാണ് ഏറ്റവും അധികം ഇത്തരത്തിലുള്ള ഇഷ്യൂസ് അല്ലെങ്കിൽ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുള്ളത്. അത് മലപ്പുറത്തെ നിലമ്പൂരാവട്ടെ, പാലക്കാട് അതിർത്തി മേഖലയാവട്ടെ, ഇടുക്കിയാവട്ടെ, അവിടെ തമിഴ്നാടുമായി അതിർത്തി വിടുമ്പോൾ DMK-യുടെ ഒരു സാന്നിധ്യം ഉണ്ടാകുന്നു എന്നുള്ളത് അൻവർ പ്രഖ്യാപിക്കുന്ന രാഷ്ട്രീയ പാർട്ടിയെ സംബന്ധിച്ച് ആ മേഖലകളിലൊക്കെ വലിയ നേട്ടം ഉണ്ടാക്കാനുള്ള ഒരു കരുത്ത് പകരുന്നതാണ്. പ്രത്യേകിച്ച് തദ്ദേശഭരണ തെരഞ്ഞെടുപ്പിലൊക്കെ അൻവറിന്റെ ഈ ഒരു പാർട്ടിക്ക് DMK-യോട് പിന്തുണയ്ക്കുകയാണെങ്കിൽ താൻ ഉന്നയിച്ച വിഷയങ്ങളിൽ ഊന്നി നിന്നുകൊണ്ട് പ്രചരണം നടത്തുവാനും അവിടെ നേട്ടമുണ്ടാക്കാനും അൻവറിന് സാധിക്കുമെന്നൊരു പ്രതീക്ഷ പങ്കുവയ്ക്കുന്നുണ്ട്. അപ്പോൾ അൻവറിന് ഇത്തരത്തിലൊരു നീക്കത്തോടെ വലിയ വിപുലമായ അവസരങ്ങളാണ്, സാധ്യതകളാണ് പ്രതീക്ഷിക്കുന്നത്. പ്രത്യേകിച്ച് അൻവർ ഉന്നയിക്കുന്ന വിഷയങ്ങളിൽ അത് അനുഭവിക്കുന്ന ജനങ്ങളിൽ ഏറ്റവും അധികം സ്വാധീനം ചെലുത്താൻ കഴിയുന്ന ഒരു രാഷ്ട്രീയ സംഘടനയാണ് DMK എന്നത് ആ മേഖലകളുടെ ഒരു ജോഗ്രഫിക്കൽ സാഹചര്യങ്ങളോട് വെച്ച് നമുക്ക് വിലയിരുത്താനാകും. അങ്ങനെ നോക്കുമ്പോൾ അൻവർ ഇപ്പോൾ നടത്തുന്ന നീക്കങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ്. അത് കേരളത്തിലെ അദ്ദേഹത്തിനെ പിന്തുണയ്ക്കുന്നവർക്കും അദ്ദേഹത്തിനെ എതിർക്കുന്നവർക്കും തള്ളിക്കളയാൻ കഴിയുകയില്ല. മറിച്ച് അദ്ദേഹത്തിന് സ്വീകാര്യത വർദ്ധിപ്പിക്കും. അതുപോലെ തന്നെ കേരളത്തിന് പുറത്തും അദ്ദേഹത്തിന്റെ ഒരു സാന്നിധ്യം, ഒരു സ്വാധീനം അദ്ദേഹത്തിനെ അടയാളപ്പെടുത്താൻ കഴിയും ഈ ഒരു നീക്കം കൊണ്ട് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം. അദ്ദേഹം സ്റ്റാലിനുമായി ഇന്ന് കൂടിക്കാഴ്ച നടത്തുമോ ഇല്ലയോ എന്ന് വ്യക്തമായിട്ടില്ല. നാളെ രാവിലെ 8:30 അദ്ദേഹം മാധ്യമങ്ങളെ കാണുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. സ്വാഭാവികമായിട്ടും ഇന്നത്തെ കൂടിക്കാഴ്ചയുടെ വിശദാംശങ്ങളും എന്തെല്ലാം തുടർ നടപടികളാണ് ഉള്ളത് എന്നൊക്കെ അദ്ദേഹം അതിൽ പറയുമായിരിക്കും. അതേപോലെ നാളെ നടക്കുന്ന സമ്മേളനത്തിലായിരിക്കും അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ പാർട്ടിയുടെ ഭാവി പരിപാടികളെ കുറിച്ചും അദ്ദേഹം പങ്കുവയ്ക്കുക. തീർച്ചയായും എന്തായാലും നാളെ മഞ്ചേരിയിൽ നടക്കുന്ന യോഗം വളരെ പ്രധാനപ്പെട്ടതാണ്. കൂടുതൽ സസ്പെൻസുകൾ PV അൻവർ ഒരുക്കുന്നുണ്ട് എന്ന സൂചനകൾ തന്നെയാണ് വരുന്നത്. പുതിയ രാഷ്ട്രീയ നീക്കം നടത്തുന്നു. ചെന്നൈയിലെത്തി DMK-യുടെ പ്രധാനപ്പെട്ട നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തുന്നു. ഒരുപക്ഷെ DMK-യുടെ പ്രധാനപ്പെട്ട നേതാക്കൾ നാളെ മഞ്ചേരിയിൽ നടക്കുന്ന യോഗത്തിൽ പങ്കെടുക്കാനുള്ള സാധ്യതകളും ഏറുകയാണ്. CV അനുമോദാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്. മറ്റൊരു വാർത്തയിൽ